ഇലക്ഷന് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതെ. അപ്പോൾ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പ് പീക്കിലെത്തിയിരിക്കുന്ന കുറച്ച് മണ്ഡലങ്ങളിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. കോട്ടയം തന്നെ ആവട്ടെ. അതെ അതെ. അപ്പോൾ അതിൽ പുതുപ്പള്ളിയിൽ, പിന്നെ ചങ്ങനാശ്ശേരിയിൽ, കാഞ്ഞിരപ്പള്ളി, ഇത്രയും ഇടങ്ങളിലെ കാര്യമാണ് നമുക്ക് പറയേണ്ടത്. അപ്പോൾ പുതുപ്പള്ളിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി എന്ന കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, കേരളീയരുടെ ഏറ്റവും പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, പ്രിയപ്പെട്ട കുഞ്ഞുന്, അതെ, ഉമ്മൻചാണ്ടി സാറിന്റെ മണ്ഡലമാണ് പുതുപ്പള്ളി. അപ്പോൾ നമ്മൾ പറയുന്നത് പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി എന്നീ 3 സ്ഥലങ്ങളാണ്. പുതുപ്പള്ളിയിൽ നമുക്ക് തുടങ്ങാം. 2000 ഓർമ്മ വെച്ച കാലം മുതലേ പുതുപ്പള്ളിയിലെ കുഞ്ഞൂനാണ്, പുതുപ്പള്ളിയിലെ കുഞ്ഞൂനാണ്. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ കൈവിട്ട് പോയിട്ടില്ല പുതുപ്പള്ളി. അതെ. ഏതൊക്കെ എതിരാളികൾ വന്നിട്ടോ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വരും വർഷങ്ങളിലും അദ്ദേഹം വോട്ടിന്റെ ഒരു പെർസെന്റേജ് കൂട്ടി വന്നിട്ടേ ഉള്ളൂ ഇതുവരെ. അതെ. അപ്പോ പുതുപ്പള്ളിയിൽ 2021 ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ വോട്ട് 63,372 വോട്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത്. 48.08%. പിന്നെ ജെയ്ക്ക് എന്ന് പറഞ്ഞ നമ്മുടെ ഈ പറയുന്ന ചാനൽ, CPM-ന്റെ ചാനൽ ചർച്ചകളിൽ വരുന്ന യുവ നേതാവ്, അദ്ദേഹത്തിന് 54,328 വോട്ട് കിട്ടി. 41% വരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ ഹരി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു BJP നേതാവാണ്. അദ്ദേഹത്തിന് വെറും 11,694 വോട്ട് മാത്രമാണ്. അതെ, 8% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-ന് 13 പഞ്ചായത്തിലാണ് കിട്ടിയിരിക്കുന്നത്. LDF-ന് വെറും 5ആണ്. NDA-ക്ക് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ 18 സീറ്റുകളാണ് ടോട്ടലുള്ളത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ രണ്ടാമത് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം മകൻ 2023 മത്സരിക്കുമ്പോൾ ചാണ്ടി ഉമ്മന് 61% വോട്ടാണ് കിട്ടുന്നത്. അത് ഏറ്റവും നല്ല ഭൂരിപക്ഷം. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി സാറിന് അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ആ മണ്ഡലത്തിൽ ഉമ്മൻചാണ്ടി തരംഗം അതങ്ങ് ഇത്രയും വർഷം ആയി കഴിഞ്ഞപ്പോൾ അതങ്ങ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു. അതാണ് ഈ 48 വന്നത്. അപ്പൊ ഇപ്പൊ 2023 മകൻ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു സഹതാപ വോട്ട് ഉണ്ടല്ലോ, അതിൽ 61.38% വോട്ട്, അതായത് 100-ൽ 60% വരെ അദ്ദേഹം പിടിച്ചു. സഹതാപ തരംഗമല്ല, ഉമ്മൻചാണ്ടി തരംഗം എന്ന് വേണം പറയാൻ. അതെ, അദ്ദേഹത്തിന്റെ ഒരു വലിപ്പം, ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ വലിപ്പം, മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ശൂന്യത കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോഴും നേടിക്കുന്നത്, അതൊക്കെ മകന് വോട്ടായി മാറി. ജയിക്കിന് വെറും 32% വോട്ടാണ് കിട്ടിയത്. NDA സ്ഥാനാർത്ഥിക്ക് വെറും 5% വോട്ടാണ് കിട്ടിയത്. അപ്പൊ ഇതില് ഈ പറയുന്ന രീതിയിൽ ഇന്നിപ്പോ പുതുപ്പള്ളിയുടെ ഒരു ചിത്രം നമ്മൾ നോക്കുമ്പോൾ ഈ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന നേതാവിനെ ഇപ്പൊ കോൺഗ്രസിനകത്ത് അദ്ദേഹം വളർത്തിക്കൊണ്ടുവന്ന, അതായത് ഈ കരുണാകരൻ എന്ന നേതാവും ഉമ്മൻചാണ്ടിയും, അല്ലെങ്കിൽ ഈ മക്കൾ രാഷ്ട്രീയം ഇതിനകത്ത് വരുമ്പോൾ, മക്കൾ രാഷ്ട്രീയക്കാർ വരുമ്പോൾ അവർ കൊണ്ടുവന്ന അവരുടെ വളർത്തുപുത്രന്മാരെന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയുള്ളവരുടെ ഒരു വിഭാഗത്തിന് ഈ മക്കൾ വരുമ്പോൾ ഒരു ചെറിയ വിഷയം ഉണ്ടാവും. അത് ഇപ്പൊ പഴയ വിഭാഗം, അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന കുറച്ച് പേര് ഇവിടെ ഉണ്ട്. അവരുടെ പേരൊന്നും നമ്മൾ പറയില്ല, അവരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് അവരുടെ പേരൊന്നും നമ്മളിവിടെ പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിടയിലേക്ക് ചാണ്ടി ഉമ്മൻ പഴയ ഗ്രൂപ്പിനെ, KC ജോസഫ്, ബെന്നി ബെഹനാൻ, ആന്റോ ആന്റണി, ഇങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ഇത് ഒന്നുകൂടി പിന്നെ ഉയർത്തി കൊണ്ടുവരണം എന്ന രീതിയിൽ ചാണ്ടി ഉമ്മൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ ചാണ്ടി ഉമ്മൻ അത് അവരുടെ രാഷ്ട്രീയം, ഉൾപാർട്ടി രാഷ്ട്രീയം. പക്ഷെ ചാണ്ടി ഉമ്മൻ ജനങ്ങൾക്കിടയിൽ വളരെ വളരെ വേണ്ടപ്പെട്ട ഒരു ജനപ്രതിനിധിയാണ്. ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ അദ്ദേഹം അതുപോലെ തന്നെ അതിനേക്കാൾ ചിലപ്പോൾ ജനപ്രിയനാണ്. അതെ, ചാണ്ടി ഉമ്മൻ എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടി ഇങ്ങനെ എത്ര സ്പീഡിൽ ഓരോ സ്ഥലത്ത് ഓടി എത്തുന്നു, സ്പീഡാണല്ലോ അദ്ദേഹത്തിന്റെ. അതെ. അദ്ദേഹം ഈ വാഹനത്തിലുള്ള പ്രചരണമൊന്നുമല്ല, സൈക്കിളിൽ നടന്ന്, അല്ല ഇപ്പൊ സൈക്കിളിലാണ് അദ്ദേഹം പോയി ആൾക്കാരുടെ അടുത്ത് വോട്ടൊക്കെ ചോദിക്കുന്നത്. പോസ്റ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രചരണമാണ് അദ്ദേഹം. ചാണ്ടി ഉമ്മന്റെ ഏറ്റവും വലിയ പ്രത്യേകത അച്ഛനെ പോലെ തന്നെ ജനസമ്മതനായ ഒരു നേതാവ്, അത്യാവശ്യം രാഷ്ട്രീയം നന്നായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. കോട്ടയത്ത് അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ പുതുപ്പള്ളിയിൽ ഇത്തവണ അദ്ദേഹം മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്തായാലും വലുതായിട്ടൊന്നും ഒരു എതിരാളികളിൽ നിന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പുതുപ്പള്ളിയിൽ ഇപ്പോൾ ചാണ്ടി ഉമ്മനോടൊപ്പം ഇത്തവണ മത്സരിക്കുന്നവര് LDF-ലെ KM രാധാകൃഷ്ണൻ, ഇത് പറയുന്ന നമ്മുടെ ഇദ്ദേഹം ഇല്ല, ആരും മത്സരിക്കാനായിട്ട് ജയിക്കിൽ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു. KM രാധാകൃഷ്ണൻ ഉണ്ട്. അതുപോലെ പിന്നെ രവീന്ദ്രനാഥ് എന്ന് പറഞ്ഞിട്ടൊരു കാൻഡിഡേറ്റ് ആണ് NDA-യുടെ. ഫലത്തിൽ ചാണ്ടി ഉമ്മന് തന്നെയാണ് ജയസാധ്യത. കാര്യം ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 61% ആണെങ്കിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കൂടും. അദ്ദേഹത്തിന്റെ വോട്ട് ശതമാനം വർദ്ധിക്കും. മാത്രമല്ല UDF-ന്റെ മന്ത്രിസഭയിൽ ഒരുപക്ഷെ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം കോൺഗ്രസ് ആണ് പാർട്ടി, നേതാക്കൾ ഒരുപാടുള്ള പാർട്ടിയാണ്. ചിലപ്പോൾ ജില്ലയുടെ പ്രാതിനിധ്യത്തിൽ ചിലപ്പോൾ അദ്ദേഹത്തിനുള്ള സാധ്യത ഉണ്ടായേക്കാം. UDF മന്ത്രിസഭയിൽ ഒരു യുവാവ്
യുവ ശബ്ദം ഉയർന്നു വരികയാണെങ്കിൽ അത് പറയാൻ പറ്റില്ല ആഷിക. കാര്യം എന്ന് വെച്ചാൽ കോട്ടയത്ത് എന്ന് പറയുമ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. തിരുവഞ്ചൂരിനെയൊക്കെ മന്ത്രിയാക്കാതെ എങ്ങനെ പോകാനാ? അപ്പോൾ ഓരോ ജില്ലയിൽ നിന്ന് ഓരോ മന്ത്രി, അല്ലെങ്കിൽ ഒരു ജില്ലയിൽ നിന്ന് 2 മന്ത്രി എന്ന രീതിയിലേക്കുള്ള അനുവാദം വേണമല്ലോ. അത് നമുക്ക് മാറ്റി നിർത്താം. എന്തായാലും ഇദ്ദേഹത്തിന് ചാണ്ടി ഉമ്മൻ ഒരു വിജയം വളരെ സുനിശ്ചിതമാണ്. അവിടെ LDF ഓ NDA അദ്ദേഹത്തിന് ഒരു എതിരാളികളെ അല്ല. കാര്യം ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടത് ഒരു സമരമുഖത്ത് അദ്ദേഹം BJP-ക്കാർ സമരം നടത്തുമ്പോൾ ആ സമരമുഖത്ത് അവരെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന പോലീസിനോട് സാർ അവരൊന്നും ചെയ്യരുതെന്ന് പറയുന്നു. അവരോട് കൈ കൊടുത്ത് സൗഹൃദമായിട്ട് സംസാരിച്ച ശേഷം BJP-ക്കാർ പറയുകയാണ് അദ്ദേഹം പേടിച്ചു പോയി, പോലീസിനെ വിട്ട് തല്ലിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തിയവരാണ്. അതെ, ഏതായാലും അദ്ദേഹം അത്ര സമ്മതനാണ്. ഇനി നമ്മൾ ചങ്ങനാശ്ശേരിയിലേക്ക് പോകുമ്പോൾ ചങ്ങനാശ്ശേരിയിലെ ജോബ് മൈക്കിള് ഈ പറയുന്ന രീതിയിൽ കേരള കോൺഗ്രസ് മാണി അദ്ദേഹം ഇപ്പോഴും വീണ്ടും മത്സരിക്കുന്നുണ്ട്. ജോബ് മൈക്കിള് ഈ പിന്നെ 45% വോട്ട്, 55,425 വോട്ട് വാങ്ങിയിരുന്നു. UDF-ന്റെ ലാലി 49,366 വോട്ട് മേടിച്ചിരുന്നു. പിന്നെ G രാമൻ നായർ 14,491, വെറും 11.8% വോട്ട് മാത്രമാണ് നേടിച്ചിരുന്നത്. അതെ, ജോബ് മൈക്കിള് നല്ലൊരു മത്സരം ഇത്തവണ അവിടെ കാണിക്കേണ്ടി വരും. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ അവിടുത്തെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന വിനു ജോബ്. കാര്യം അദ്ദേഹത്തിന് ഈ വിനു ജോബ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് കുറച്ച് നല്ല കാൻഡിഡേറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ വിനു ജോബ് അവിടെ ശരിക്കും ഒരു നല്ല എതിരാളിയാണ്. ജോബ് മൈക്കിളിനെ സംബന്ധിച്ച് ഈ ജോസ് കെ മാണിയുടെ നിലനിൽപ്പിന്റെ കൂടെ വിഷയമാണ്. കാര്യം ജോസ് കെ മാണി ഇവിടം വിട്ട് നേരെ പിന്നെ UDF-ലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ജോസ് കെ മാണിക്കൊപ്പം ഇറങ്ങി തിരിച്ചതാണ്. കഴിഞ്ഞ തവണ കിട്ടിയ അത്രയും തന്നെ അദ്ദേഹത്തിന് വോട്ട്, അത് വളരെ തുച്ഛമായ വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ ഇവിടെ നമുക്കിനി പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-ന് പിന്നെ 42.44%, 18 സീറ്റ് UDF-ന് കിട്ടിയിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ. LDF-ന് 13 സീറ്റ്, NDA-ക്ക് 3 സീറ്റ്. LDF-ന് 13 സീറ്റിൽ 38.40% കിട്ടിയിരിക്കുന്നത്. വോട്ട് ഓഹരി പറയുന്നതാണ്. NDA-ക്ക് 3 സീറ്റ്, 12.14%. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ജോബ് മൈക്കിള് മാണി കോൺഗ്രസിന്റെ നിലനിൽപ്പ് LDF-ൽ അതൊരു പരമപ്രധാനമായ കാര്യമായതുകൊണ്ട് ജോബ് മൈക്കിളിന് ജയിക്കണം. വിനു ജോബ് എന്ന് പറഞ്ഞിട്ടുള്ള UDF-ന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് നല്ലൊരു മത്സരം കാഴ്ചവെക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇത് മണ്ഡലം ശ്രദ്ധേയമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. ഇത് നിലനിൽപ്പിന്റെ വിഷയമാണ്. അതെ, ജോബ് മൈക്കിളിന് അദ്ദേഹത്തിന്റെ വോട്ടിംഗിന്റെ ശതമാനം കൂട്ടേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും വോട്ടിംഗ്. അതേസമയം വിനു ജോബിനാണെങ്കിൽ ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന ഒരു നേതാവ് അല്ലേ, ആ ചങ്ങനാശ്ശേരി തിരിച്ചു പിടിക്കാനുള്ള ഒരു എല്ലാവിധ ശ്രമങ്ങളും അദ്ദേഹം നടത്തും. കോൺഗ്രസിനെ സീറ്റെണ്ണം കൂടിയാലേ ഭരണത്തിലേക്ക് വരാൻ കഴിയും. അതെ, ഇപ്പൊ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ UDF-ന് വോട്ടിന്റെ ആ ഒരു ശതമാനം കൂടിയത് ഇവർക്ക് സീറ്റും കൂടുതലുണ്ട്. 18% വരെ, 18 സീറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് അത് ഒരു അഡ്വാൻറ്റേജ് ആണ്. തീർച്ചയായിട്ടും. അപ്പോൾ പ്രതീക്ഷ വെക്കാം, UDF-ന് ഒരു പ്രതീക്ഷ വെക്കാം. മറിച്ച് ജോബ് മൈക്കിള് നിലനിൽപ്പിന്റെ വിഷയമായതുകൊണ്ട് നല്ല മത്സരമായിരിക്കും. മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതൊരു വലിയ ഘടകമാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ഈ ഡോക്ടർ N ജയരാജ്, അദ്ദേഹം മാണി കോൺഗ്രസിലെ മറ്റൊരു പ്രമുഖ നേതാവാണ്. അദ്ദേഹം ഒരു അത്യാവശ്യം വളരെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ജയരാജ് മണ്ഡലം അറിയുന്ന ആളാണ്. അതെ, അദ്ദേഹത്തിന്റെ അച്ഛൻ എനിക്ക് തോന്നുന്നു കുറുപ്പ്, പഴയ മാണി കോൺഗ്രസിലെ മാണി സാറിനോടൊപ്പം ഉണ്ടായിരുന്ന നാരായണക്കുറുപ്പ് എന്ന് പറയുന്ന നേതാവിന്റെ മകനാണ് എന്നാണ് എന്റെ ഒരു അറിവ്. ശരിയാണ്, നാരായണക്കുറുപ്പിന്റെ മകനാണ് ഡോക്ടർ N ജയരാജ്. അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ കിട്ടിയത് 60,299 വോട്ട്, 44% വോട്ടാണ് കിട്ടിയത്. ജോസഫ് വാഴക്കനാണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. വാഴക്കൻ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും അടുത്ത ആളാണ്. ഇത്തവണ അദ്ദേഹം അവിടെ മത്സരിക്കാനായിട്ട് പോസ്റ്റർ വരെയൊക്കെ അടിച്ചു വെച്ചതാണ്. പക്ഷെ അവസാന നിമിഷം അദ്ദേഹത്തിന്റെ പേര് മാറിയിട്ട് വേറെ ഒരു റോണി ബേബിയുടെ പേര് വരികയാണ്. പക്ഷെ അദ്ദേഹം നല്ലൊരു നേതാവാണ്. വാഴക്കൻ എത്രയോ നാളായിട്ട് പാർട്ടിയിൽ ഈ സംഘടനയിൽ നിൽക്കുന്ന ഒരാളാണ്. അദ്ദേഹം ജയിക്കേണ്ടത് കോൺഗ്രസിന്റെ കൂടെ ആവശ്യമാണ്. വളരെ സൗമ്യനാണ്. നമ്മൾ ഏതൊരു ആവശ്യത്തിനും വിളിച്ചാലും വളരെ കാര്യമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയുകയും മറുപടിയൊക്കെ പറയുന്ന ആളാണ്. ഇവിടെ BJP-യുടെ കാൻഡിഡേറ്റ് ആണ് പ്രസക്തി. അതെ, ഇത് കഴിഞ്ഞ തവണ അൽഫോൺസ് കണ്ണന്താനമായിരുന്നു. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് പുതിയലേക്ക് പോകാം. അപ്പോൾ അവിടെയാണെങ്കിൽ അദ്ദേഹത്തിന് വെറും അൽഫോൺസ് കണ്ണന്താനം അറിയാമല്ലോ, ഇടതുപക്ഷത്തോടൊപ്പം വന്ന് ഒരു തവണ അദ്ദേഹം MLA ആയി. പിന്നീട് BJP വേണ്ട പ്രാധാന്യം കൊടുത്ത് അദ്ദേഹം മത്സരിച്ച് അദ്ദേഹത്തിന് വെറും 29,157%, നോക്കിയാൽ 21.3%. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ കാര്യം കൂടെ നമുക്ക് പറയാം.
പറഞ്ഞിട്ട് നമുക്ക് പോകാം. UDF 39.5% വോട്ട് UDF കിട്ടിയിട്ടുണ്ട്. LDF 35 കുറവാണ് കേട്ടോ. LDF NDA 15 NDA കൂടുതൽ ഒരു 15% വരെയൊക്കെ വന്നിട്ടുണ്ട്. ഇനി താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ 2026 പുതിയ സ്ഥാനാർത്ഥികൾ എന്ന് പറയുമ്പോൾ റോണി കെ ബേബി, വാഴയ്ക്കിന് പകരം വന്നിട്ടുള്ളത് UDF റോണി കെ ബേബിയാണ്. അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ജയരാജ് വീണ്ടും മത്സരിക്കുന്നുണ്ട്. ജയരാജിന് വളരെ ജയരാജ് തന്നെയാണ് നിൽക്കേണ്ടത്. ജയരാജ് തന്നെ നിർത്തിയാലേ ആ മണ്ഡലം രക്ഷിക്കാൻ പറ്റൂ. അദ്ദേഹം പറയുന്നുണ്ട്, എന്റെ അച്ഛന്റെ കാലം മുതൽ ഈ മണ്ഡലവുമായി അച്ഛന് വളരെ അടുപ്പമുണ്ടായിരുന്നു, ആ ഒരു ഇഴയടുപ്പം എനിക്കുമുണ്ട്, ഞാൻ അങ്ങനെയാണ് ഈ മണ്ഡലത്തെ കാണുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ജയരാജ് മത്സരിക്കുന്നു. പിന്നെ താങ്കൾ പറഞ്ഞ പോലെ BJP-ക്കാരാ മത്സരിക്കുന്നത്? കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നേരിട്ടാണ് മത്സരിക്കുന്നത്. അതെ, ജോർജ് കുര്യൻ മത്സരിക്കുന്നു. ജോർജ് കുര്യൻ മത്സരിക്കുമ്പോൾ വോട്ട് വീതം ജോർജ് കുര്യനേക്കാൾ അവരുടെ സംഘടന ഡൽഹി ഇരുന്നുകൊണ്ട് നോക്കുവാണ്. ജോർജ് കുര്യനെ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട്. ജോർജ് കുര്യനെ എന്ത് ചെയ്യാൻ കഴിയും? ജോർജ് കുര്യന് എത്ര വോട്ട് കിട്ടും? എത്ര ശതമാനം വോട്ട് ജോർജ് കുര്യൻ പിടിക്കും? ഇതൊരു ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യന്റെ സ്ഥാനാർത്ഥിത്വം ജയരാജ് എന്ന് പറയുന്ന അവരുടെ സിറ്റിംഗ് MLA, പിന്നീട് റോണി കെ ബേബി എന്ന് പറയുന്ന UDF സ്ഥാനാർത്ഥി, ഇതിൽ 3 പേർക്ക് ഈ മണ്ഡലം നിലനിർത്തേണ്ടത് അവരുടെ മുന്നണികളുടെ ആവശ്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീവാറുന്നൊരു മത്സരം കാഞ്ഞിരപ്പള്ളിയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മുൻതൂക്കമുള്ളത് ജയരാജിനാണ്. സിറ്റിംഗ് MLA ആണ്. അതെ, ചീഫ് വിപ്പും കൂടെയാണ് കേട്ടോ. LDF ചീഫ് വിപ്പാണ്. ഏതായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് പുതുപ്പള്ളി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, ഇങ്ങനെ 3 മണ്ഡലങ്ങളുടെയും ഒരു സാധ്യതയെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ നിന്ന് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തുടർന്ന് വിരിക്കാം.